കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന തൃശൂർ മാള സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. 22 കോടിയോളം രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും 5 കോടിയോളം രൂപ തരളധനത്തിന്റെ കുറവുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം സഹകരണ വകുപ്പ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബാങ്കിനെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നുമാണ് ഭരണസമിതി നൽകുന്ന വിശദീകരണം. ഭരണസമിതി അംഗങ്ങളുടെ ക്രമവിരുദ്ധ നടപടികളാണ് മാള സർവീസ് സഹകരണ ബാങ്കിനെ നഷ്ടത്തിലാക്കിയതെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. അനധികൃതമായി വായ്പ നൽകിയതും അന്യായമായി ശമ്പളവും ഓണറ്റേറിയവും ജീവനക്കാർ കൈപ്പറ്റിയതും ഓണ വിഷു ചന്തകളുടെ നടത്തിപ്പിലൂടെയും നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭരണസമിതിയുടെ അറിവോടെയാണ് 10 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതെന്നും ഏറെ വൈകിയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നതെന്നുമാണ് സഹകാരികളിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണം. മാള സർവീസ് സഹകരണ ബാങ്കിൽ കുറികളും ചിട്ടികളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. സത്യത്തിൽ ഞങ്ങളൊക്കെ ആശങ്കയിലാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഇതിനേക്കാൾ കൂടുതൽ അഴിമതികൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ അന്വേഷണത്തിലൂടെ, വകുപ്പ് തല അന്വേഷണത്തിലൂടെ ഇത്തരം ഭൂമി സംബന്ധമായത്, ലേലത്തിൽ വെച്ച ഭൂമിയായാലും അതുപോലെ ലോൺ സംബന്ധമായി ലോൺ കൊടുത്തതായാലും തുടങ്ങിയ വലിയ വലിയ അഴിമതി കഥകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അത് വകുപ്പ് തല അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. 22 കോടിയോളം രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ 2022-23 വർഷത്തിൽ മാത്രം 5 കോടി രൂപയുടെ തരളധന കുറവുണ്ടായി. നിലവിലെ ഭരണസമിതിയുടെ കാലത്ത് 4 കോടി രൂപ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്നും 1 കോടിയിലേറെ രൂപ ലാഭത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നുമാണ് ഭരണസമിതി നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ഭരണസമിതി 2014-19 തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിൽ മുൻ പ്രസിഡന്റ് നേതൃത്വത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിനനുസരിച്ചുള്ള മറ്റു പലരും വായ്പകൾ എടുത്തിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ARC ഫയൽ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ 28-ാം തീയതി വലിയൊരു ലേലമാണ്, ഒരു ഏകദേശം 6 കോടി രൂപയുടെ ലേലമാണ് ഈ 28-ാം തീയതി ബാങ്കിൽ നടത്തുന്നത്. ഇതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ചില വായ്പ ഇടപാട് നടത്തിയ ആൾക്കാരും അതുപോലെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരും കൊണ്ട് നടത്തുന്ന ഒരു ഗൂഢശ്രമമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ബാങ്കിനുണ്ടായ നഷ്ടം നികത്തുന്നതിനായി മുൻ ഭരണസമിതി അംഗങ്ങളെയും നിലവിലെ ഭരണസമിതി അംഗങ്ങളെയും വിസ്തരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കാട്ടി ജോയിന്റ് രജിസ്ട്രാർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ സഹകരണ വകുപ്പ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന് ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാവില്ലെന്നുമാണ് ഭരണസമിതി അംഗങ്ങൾ പറയുന്നത്. അതേസമയം സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നും ഭരണസമിതിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും വിഷയത്തിൽ അന്വേഷണം നടത്താൻ മാള ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചു. മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ചേർന്നാണ് അന്വേഷണം നടത്താനുള്ള തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.